രാവിലത്തെ പരിപാടി എന്താ നിങ്ങൾ കാണിച്ചു തരണ്ടേ? ഒന്ന് കണ്ടു നോക്ക്. കണ്ട നല്ല ചളിയായി കിടന്നിരുന്ന ടാങ്ക് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് ടാപ്പിൽ വരുന്ന വെള്ളത്തിന് ഒരു ചോയ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് പറയാൻ വേണ്ടി മുകളിൽ കയറി ടാങ്കിൽ നോക്കിയപ്പോൾ ടാങ്കിൽ അങ്ങനെ ചളിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൂടാന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത് ക്ലീൻ ചെയ്യണ വീഡിയോ ആണ്. സാധാരണ 2 മാസം കൂടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യലുള്ളതാണ്. പക്ഷേ അത് വിട്ടുപോയി, അല്ലറ ചില്ലറ പണികൾ കാരണം അത് വിട്ടുപോയി. അപ്പോൾ അത് ക്ലീൻ ചെയ്യണ വീഡിയോ ആണ്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ഒന്ന് നോക്കി, നല്ല വെയിലാണേ. ഇത് ഇനി എത്ര നേരം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കാം. പുറക്കെ പൊള്ളും, ടാങ്കിൻ്റെ അടിയിലൊക്കെ ഇറങ്ങുമ്പോൾ ചൂടും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കിയൊക്കെ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ കണ്ടീഷനൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാൽ ആണ് നമ്മുടെ ടാങ്ക് വരുന്നത്. കണ്ടോ, നല്ല രീതിയിൽ ചളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇനി ക്ലീൻ ചെയ്യണ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാം. ഓക്കെ. അമ്മനോട് രാവിലെ വെള്ളം നിറച്ചിടരുതെന്ന് പറഞ്ഞായിരുന്നു. വെള്ളം 1/2 ടാങ്ക് ഉണ്ട്. ഇനി എല്ലാ ടാപ്പും തുറന്നിട്ട് വെള്ളം കളയണം. അങ്ങനെ ഒരിത് കണ്ട, തോന വെള്ളമാണ്. പിന്നെ അടിയിൽ ഉള്ള ടാപ്പിലെ വെള്ളം മൊത്തം മാറ്റിയിടട്ടെ. കുറച്ച് പണിയുണ്ട്. അമ്മ വിളിച്ചാലും കേൾക്കൂല. അപ്പോൾ താഴത്തെ ടാപ്പുകളൊക്കെ ഒന്ന് തുറന്നിടട്ടെ. അപ്പോൾ അങ്ങനെ ഓരോ ടാപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിലും തീരട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ വഴി. ഇനി താഴത്തുകൊണ്ട് 2 ടാപ്പ് അതും തുറന്നിട്ടിട്ടുണ്ട്. അതാ താഴത്ത് 2 ടാപ്പ് തുറന്നിട്ടിട്ടുണ്ട്. ഒരു ടാപ്പ് ഇത്, ഒരു ടാപ്പ് ഇനി അപ്പുറത്തുണ്ട്. അപ്പോൾ ടാങ്കിലെ വെള്ളം ഏകദേശം വറ്റട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടി. മുക്കി വറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉപ്പാട് ഇളകും. അപ്പോൾ അത് വറ്റണ വരെ കാക്കാം. കണ്ട, വല്ലാണ്ട് ചളിയില്ല, ഞാൻ പ്രതീക്ഷിച്ചത്ര. കാരണം ഞാൻ പറഞ്ഞല്ലോ 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യലുള്ളതാണെന്ന്. പക്ഷേ മഴ പെയ്ത് പുതുവെള്ളം വന്നിട്ടാണ് തോന്നുന്നത്. ഒരു മട്ടിപ്പ് വെള്ളത്തിന് സാധാരണ അങ്ങനെ ഇല്ല, ഉണ്ടാവാത്തതാണ്. കണ്ട, ചെറിയ തോതിൽ ചളി അടിഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് കാലാവസ്ഥയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. കണ്ട, നല്ല വെളിച്ചം. സൂര്യേട്ടനൊക്കെ അവിടെ നിന്നങ്ങാണ്ട് ഉദിച്ച് നിൽക്കുകയാണ്. കണ്ട, നല്ല കാലാവസ്ഥ കേട്ടോ. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ. ലേശം വറ്റി തുടങ്ങിയെന്ന് കേട്ടോ, ഈ ലേശമുള്ളത്. പക്ഷെ കുറച്ച് വെള്ളം നമ്മളവിടെ നിർത്തിയിട്ട് വേണം. കാരണം ഉരച്ച് കഴുകുമ്പോൾ വെള്ളം വേണേ. അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുക. കണ്ടോ, ഈ മണ്ണും തരിയാണ്. അത്രേ ഉള്ളൂ, ചളിയായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പണി സാധനങ്ങളായിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. തേപ്പുണ്ട്, കപ്പ്, ബക്കറ്റ്, പിന്നെ ഒരു തുണി. അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് കാണാം ബാക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. കണ്ട, എനിക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. കണ്ട, സുഖമായിട്ട് നിൽക്കാം. കണ്ട, അപ്പോൾ ഇനി കണ്ട, ഇതൊക്കെയാണ് ചളി. കണ്ട, വലിയ ചളി ഇല്ല. കണ്ട, മോൾ ഭാഗത്തായാലും നമ്മളെ കയ്യെത്ര സ്ഥലമാണ്. കണ്ട, അപ്പോൾ പണി തുടങ്ങാം. ഓക്കെ, ഉരയ്ക്കണ പണി തുടങ്ങാം. കണ്ട, സിമ്പിളായിട്ട് ചളി പോകുന്നുണ്ട് ഇളകിയിട്ട്. കണ്ടാ, ഇത്രേ ഉള്ളൂ. അപ്പോൾ മെല്ലെ ഒരപ്പരിപാടി ഉണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് സ്പീഡപ്പ് ആക്കണം കേട്ടോ. കാരണം അധികം നേരം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അൽഫാമായി പോകും. കാരണം അമ്മാതിരി ചൂടാണ്. ഇത്ര കാലം ക്ലൈമറ്റ് ചേഞ്ചാണ്, മഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്, അത് കേട്ട് തോന്നുന്നു മുകളിലുള്ളത്.
നമ്മൾ കണ്ടറിഞ്ഞാണ്ട് വെയിലാണ് തന്നത്. പൊന്നെ ഈ സമയത്തൊക്കെയാണ് ആ മഴക്കാറ് വേണ്ടത്. ഏകദേശം ഒരു ചൂടിൻ്റെ കാഠിന്യം ഞാൻ ഒന്ന് കാണിച്ചത് കണ്ട. നല്ല ആഹാ എമ്മ സീനല്ലേ, എമ്മ പുളിയായില്ലേ, നല്ല വെയിലാ. ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിഷ്വലാണ്. സ്കൈ ബ്ലൂ, ആഹാ എമ്മ സീനറി. അപ്പോൾ സീനറി നോക്കി നിന്നാൽ ശരിയാവില്ല, പണി നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് പകുതി ആക്കിയതിന് ശേഷം അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കാം. ഈ വരയുമെന്ന് വേണം ഇങ്ങനെ ചുറ്റി വന്നിട്ട് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഏകദേശം ഇരിക്കാനൊരു സെറ്റപ്പ് കിട്ടിയിട്ടാ. ഒരു ബക്കറ്റാണ്ട് കമത്തിച്ച് ഒരു ബക്കറ്റാണ്ട് കമത്തിച്ച് ഇനി ഇവിടെ ഇരുന്ന് കാണ്ട് ഉരക്കണ വീഡിയോ കുറച്ച് കാണിങ്ങൾ. ഓക്കെ, പിന്നെ ഇത് കാണുന്ന ചിലർക്ക് തോന്നും ഇവൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് ചെയ്യണമെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ, അത് ഞാൻ നോർമലി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടൊരു കണ്ടൻറ്റാക്കി ഇട്ടുകൂടായി. ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഇട്ടാ. ഏതായാലും ചെയ്യണമല്ലേ. ചിലവർ പറയുന്നുണ്ടാവും ഓ വീഡിയോയ്ക്ക് വേണ്ടി അവൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടണമെന്ന്. നോർമലി ഞാൻ ചെയ്യണ പരിപാടിയാണ്, എന്നെ അറിയണവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം നല്ലത് പറയാൻ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവേ. ഈ സൈഡ് ഇതൊന്നും അല്ല, ചളി താഴെയാണ്. അതൊക്കെ ചെറുത്. പൊന്നു കൂട്ടുകാരെ, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവനാൻ്റെ വീട്ടിലെ മുകളിലത്തെ ടാങ്ക് ഒന്ന് പോയി തുറന്നു നോക്കാട്ടോ. ആരും അങ്ങനെ ചെയ്യാറില്ല, കുറവാണ്. ചെയ്യണവർ കുറവാണ്, ചെയ്യാറില്ല എന്നല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവനാൻ്റെ വീടിൻ്റെ മുകളിലുള്ള ടാങ്ക് ഒന്ന് പോയി തുറന്നു നോക്കാം, എന്താണ് അവസ്ഥ എന്നേ. മഴക്കാലൊക്കെയാണ്, പലവിധ രോഗങ്ങളും വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊന്ന് മൈൻഡിൽ എടുക്കാം കേട്ടോ. മച്ചന്മാരെ, ഞാനത് മൊത്തം തന്നെ ക്ലീൻ ചെയ്യട്ടെ. മറ്റൊന്നല്ല, നമ്മൾ ഈ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുമ്പോഴേ ഫോണിലേക്കും മൈക്കിലേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പം ഞാനത് കേടുവന്നാൽ ശരിയാവില്ല. അത് ഏകദേശം ഒന്ന് പകുതി ആക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ ഗൈസ്, മുകളിലത്തെ റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചതേ, കണ്ട മുകളിലത്തെ റിങ് ഇനി താഴേക്കാണ്. കണ്ട മുകളിലത്തെ ചുറ്റും ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഈ താഴത്തെ റിങ് കൂടിയുണ്ട്, ക്ലീൻ ആക്കട്ടെ. അപ്പോൾ അടുത്തതേ താഴത്തെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കാണാട്ടോ. ഒന്നാമത് ഈ ട്രൈപ്പോഡോടെ വെച്ചിട്ട് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. അപ്പോൾ ആ പരിപാടി നടക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുണ്ട് ക്ലീൻ ചെയ്യുക. രണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ലേ? കണ്ടാ ചളിയുണ്ട്, അതും ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടാ പിന്നെ പൊന്നാരെ ഭയങ്കര ചൂട്. സൂര്യേട്ടനെ കണ്ടാ സഹിക്കണില്ല. ഏകദേശം കണ്ടാ പുറ കണ്ടാ.
ശരിക്കും ആ മഴമൂടുള്ള സമയത്ത് ചെയ്തു പോകേണ്ടതാ, അതല്ലെങ്കിൽ അപ്പോൾ തോന്നില്ലല്ലോ. ആ മുണ്ടെടുത്തിട്ടെ പിന്നെ മുകളിലൊന്ന് വിരിച്ചിട്ട് അവിടെ കാലും ഇവിടെ കേട്ടിരുന്നു. അതുണ്ടോ? ആ മതി. ഓ കണ്ടാ, ചെറുതായിട്ടൊരു മുണ്ട് വിരിച്ചപ്പോൾ വെയിൽ വല്ലാണ്ടില്ല. ഒരു ചെറിയ ഗ്യാപ്പ് തുറന്നിടുക, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചാവും. ആ മതി. ഓക്കെ, ഇതെന്തുകൊണ്ട് ആദ്യം തോന്നിയില്ല? ഓരോന്ന് ചെയ്തല്ലേ പഠിക്കുക. സാധാരണ ഒരു വൈകുന്നേരം നേരത്താണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യാറ്. അപ്പോൾ വെയിലിൻ്റെ വല്ലാണ്ട് അറിഞ്ഞില്ല. ഇപ്പോൾ ഇത് രാവിലെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയോണ്ടേ അപ്പം അത് മനസ്സിലായി, രാവിലെ ഇമ്മാതിരി പരിപാടി ചെയ്യത്തുന്നു. അപ്പം അങ്ങനെ ഞാൻ ഏതല്ലേ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, ഈ താഴെ കണ്ട ചളി, ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. കണ്ട അപ്പം വെള്ളം വരെയേ ടാങ്കിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടാ. നല്ലതാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വെയിൽ അപാരമാണ്. ഞാൻ ഇനി വീഡിയോ ഒക്കെ ഇവിടെ നിർത്തുകയാണ്. മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. വയ്യ മക്കളെ, ഭയങ്കര ചൂടും പിന്നെ ഇതൊക്കെ വെച്ച് കണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് പണിയെടുക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മൊത്തം തീർത്തിട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞ പോലെ മൊത്തമായിട്ടൊന്ന് തീർക്കട്ടെ, ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഏകദേശം ടാങ്ക് വൃത്തിയാക്കണ പരിപാടി കഴിഞ്ഞിട്ടാ. അത് കാണണ്ട നിങ്ങൾക്ക് സംഭവം ഞാൻ കാണിച്ചു തരാം. ഏകദേശം കണ്ട ക്ലീനായേ, കണ്ട എല്ലാ ഭാഗവും ക്ലീനായി. കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ചളിവെള്ളം ആയിരുന്നില്ല, പിന്നെ നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നുകൂടി കഴുകിയെടുത്തിട്ടാ. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ കിടക്കണേ. അപ്പോൾ ടാങ്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിന് പുറം ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണേ. പിന്നെ ഇത് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, വൈകുന്നേരം ഉച്ചരിഞ്ഞതിന് ശേഷം നിൽക്കുക. അപ്പോൾ വെയിലുണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ മഴ അവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ വെയിലുണ്ടാവില്ല എന്ന് വെച്ച് രാവിലെ ഇറങ്ങിയതാണ്. പണി പാളിപ്പോയി. കണ്ടില്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നവർ അതൊന്ന് നോക്കട്ടോ. അതായത് ഉച്ചരിഞ്ഞതിൻ്റെ ശേഷം ഒരു വെയിലറിയേണ്ട ശേഷം വൈകുന്നേരം നോക്കുക. പക്ഷേ കണ്ട ഇപ്പോൾ മഴക്കാറ് വന്നു, പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ടാങ്കിൻ്റെ പുറം ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയിലിരുന്നോട്ടെ. കണ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്ന് മുളച്ചുണ്ടായതാണ്ട കുറേ ഉണ്ട്. ഇതിൻ്റെ അടിഭാഗം കൂടി ക്ലീൻ ചെയ്താൽ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അമ്മേനോട് നമുക്കൊന്ന് മോട്ടർ ഇടാൻ പറയാം. പിന്നെ പൈപ്പൊക്കെ അവിടെ തുറന്ന് വെച്ചിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് അടയ്ക്കാനും പറയണം. അപ്പോൾ ആ പരിപാടി നോക്കാം. മോട്ടർ ഇട്ടിട്ടാ വേണ്ട, വെള്ളം വേണ്ട. പക്ഷെ നമ്മളവിടെ ടാപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചളിവെള്ളം ചിലപ്പോൾ ടാപ്പിൽ കയറി ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ടാപ്പ് അവിടെ അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കണം. കാരണം ചളിവെള്ളം പൈപ്പിൽ കയറിയാണ്ട് അടിഞ്ഞിരിക്കും. അപ്പോൾ ആ വഴി പോയിക്കോട്ടെ വെച്ചിട്ട് ടാപ്പ് തുറന്നിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാം. ഏതായാലും കുറച്ച് വെള്ളമുണ്ട്, പോയിക്കോട്ടെ. കണ്ട കണ്ട ആളടി വന്ന് നിൽക്കണണ്ട. ഞാൻ പറയുമ്പോൾ ടാപ്പ് ഓഫാക്കിയാൽ മതി. ഓക്കെ, കണ്ട അവിടെ ഇരുന്നിട്ടാ തിരുമല കല്ലുമ്മേ.
കണ്ടാ അത്രയും ചളിവെള്ളം പൈപ്പിൻ്റെ അടിയിൽ കെട്ടി കിടക്കുക കണ്ടാ. ചളിവെള്ളമല്ലേ വരുന്നത്? ആ അത് മൊത്തം പോട്ടെ. നല്ല വെള്ളം വരുമ്പോണ്ട് ഓഫാക്കിയാൽ മതി. കണ്ടാ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ ചെയ്യണമല്ലേ. നല്ല വെള്ളം വരുമ്പോഴേ ഓഫാക്കിയാൽ മതിയേ. അപ്പോൾ അമ്മ അത് നോക്കിക്കോളും. ബാക്കി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. അപ്പോൾ അവസാനം മൂടിയാണ്ട് വെച്ചിട്ട് ലോക്കാക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഗൈസ് പറഞ്ഞ വരിട്ടാ, മുകളിലത്തെ ടാങ്കൊക്കെ ഒന്ന് കയറി നോക്കി, ടാങ്കൊക്കെ ഏത് അവസ്ഥയിലിരിക്കണമെന്നൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യേണ്ടത് നല്ല കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.